മോളെവിടെ? അതാണ് അപ്പച്ചിയുടെ വീട്ടിൽ പോയാട്ടോ. ഇതാരാ വിളിക്കുന്നത്? എനിക്കൊരു കോള് വരുന്നുണ്ടല്ലോ. ഹലോ, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് അക്കൗണ്ടിൽ പൈസ വന്നു. ഇപ്പോ ബാങ്കിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഭാഗ്യത്തിനെടുത്തത്. ഞാൻ ഇപ്പൊ കട്ട് ചെയ്ത് വിട്ടേനെ. എൻ്റെ ഉമ്മേ, ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല. എനിക്ക് എത്രയാ വന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പൊ എനിക്ക് കോൾ വന്നു ബാങ്കിൽ നിന്ന്. അപ്പൊ ആ ബാങ്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഫണ്ട് വന്നല്ലോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പേയ്മെൻ്റ് ഒക്കെ കിട്ടിയ സന്തോഷത്തിൽ അടുത്ത ദിവസം ലൈവിൽ ഞാൻ കേക്ക് മുറിക്കുകയാണ് കേട്ടോ. അതിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കിൽ അതിന് മുമ്പേ ഋതു കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞാൻ കട്ട് ചെയ്യുമ്പോൾ എടുത്തെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്ന് പേയ്മെൻറ്റ് കിട്ടിയ അന്നത്തെ ദിവസം തന്നെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാളെ ലൈവിൽ കേക്ക് മുറിക്കാം. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും കൺഗ്രാറ്റ്സ് അയക്കുന്നുണ്ട്, ലവ് അയക്കുന്നുണ്ട്, എല്ലാം അയക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും നല്ല സപ്പോർട്ടാണ് എനിക്ക്. കേക്ക് മുറിക്കുന്ന സമയത്തും വീട്ടിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. ഫാമിലി ഉണ്ട്, അപ്പച്ചിയുണ്ട്, മാമനുണ്ട്, ചേച്ചിയുണ്ട്, ചേച്ചീൻ്റെ മോളുണ്ട്, അമ്മമ്മ ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. പക്ഷെ ആർക്കും ക്യാമറയിൽ വരാൻ ബുദ്ധിമുട്ടാണ്. ഞാനൊരു യൂട്യൂബറായതുകൊണ്ട് എനിക്ക് ക്യാമറ വരാൻ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ എല്ലാവർക്കും അങ്ങനെ അല്ലല്ലോ. അവർക്കും ഒരു പ്രൈവസിയൊക്കെ വേണ്ടേ. അതുകൊണ്ടാണ് ഞാൻ അവരെ കൂടുതൽ കാണിക്കാത്തത് കേട്ടോ. അങ്ങനെ നമ്മൾ സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. ഇതാണ് എൻ്റെ അപ്പച്ചിക്കുട്ടി. സമയമായപ്പോൾ രണ്ടും മുങ്ങി. പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ അമ്മ മുറിച്ച് കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ ഞാൻ ലൈവ് കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ ലൈവ് കുറച്ച് നേരം നിന്നിട്ട് കട്ട് ചെയ്തിട്ട് അടുത്ത് നമ്മൾ പോകുന്നത് നമ്മുടെ പേയ്മെൻറ്റ് എടുത്തിട്ടില്ല, ഇതുവരെയായിട്ട് കയ്യിലെടുത്തിട്ടില്ല. അങ്ങനെ പേയ്മെൻറ്റ് എടുക്കണം. പിന്നെ ചെറിയൊരു പാർട്ടിയും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ATM എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൂടെ മാളുവാണ് കേട്ടോ എൻ്റെ കൂടെ വന്നിട്ടുള്ളത്. നമ്മൾ അവിടെ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. ATM എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ATM പേയ്മെൻറ്റ് എടുക്കാം. കമോ ഋതു അതിൻ്റെ ഇടയിൽ എന്നെ നല്ല ശല്യപ്പെടുത്തുന്നുണ്ട് കേട്ടോ. കാരണം അവളിവിടെ അവിടെയൊക്കെ ഓടിക്കളിച്ച് തിമിർക്കുകയാണ്. അങ്ങനെ ഞാൻ ATM നിന്ന് പൈസ എടുക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ കിടന്ന് ഭയങ്കര ഷോ ആയിരുന്നു കേട്ടോ. അപ്പോൾ വെളിയിലുള്ള ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ നോക്കുന്നുണ്ട്, ഇതെന്ത് കാണിക്കുന്നതെന്നൊക്കെ അവർ വിചാരിക്കണമായിരിക്കും, വട്ടായെന്ന് വിചാരിക്കണമായിരിക്കും. അത്രത്തോളം ഞാനും മാളും കുഞ്ഞും കൂടെ അവിടെ കിടന്ന് കാണിക്കുന്നുണ്ട് ഓരോന്ന്. അങ്ങനെ ഞാനിങ്ങനെ പൈസ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം കണ്ട് എനിക്ക് തുള്ളിച്ചാടണോ എന്ത് ചെയ്യണമെന്നറിയില്ല കേട്ടോ. അങ്ങനെ ലാസ്റ്റ് എൻ്റെ കൈകളിൽ കിട്ടാൻ പോകുന്ന നിമിഷമാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എനിക്കിങ്ങനെ പൈസ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. നമ്മുടെ പൈസയല്ലേ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സന്തോഷം കാണും. അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് എൻ്റെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്ത് പ്രഹസനമാണ് ഞാൻ അവിടെ കിടന്ന് കാണിക്കുന്നതെന്ന് എനിക്ക് പോലും അറിയുന്നൂടെ ഗായ്സ്. അങ്ങനെ എനിക്ക് യൂട്യൂബ് പേയ്മെന്റ് കിട്ടി ഗായ്സ്. കണ്ടു പൈസയൊക്കെ എടുത്ത ശേഷം ഞാൻ ഋതുവും കൂടെ പാട്ടും പാടി പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളൊരു കടയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ ഓർഡർ ചെയ്തു കേട്ടോ. ബെറോട്ടയും ഷവർമയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മുടെ ചിക്കനാണ് ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എത്ര പീസാക്കണമെന്ന്. അപ്പോൾ നമ്മൾ 2 ഫുൾ ഷവായിയാണ് വാങ്ങിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു മാക്സിമം എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കിക്കോ. അങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ അവിടെ കടയിൽ ഒരു ചേട്ടനെയും പരിചയപ്പെട്ടു. അപ്പോൾ ആ ചേട്ടൻ നമ്മളോട് ഓരോന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതെന്താ ഇത്രയും വാങ്ങുന്നത്, ബർത്ത്ഡേ പാർട്ടി വല്ലതും ആണോ? അപ്പം ഞാൻ അവരുടെ അടുത്ത് പറയുന്നുണ്ട്, അല്ല ചേട്ടാ എൻ്റെ യൂട്യൂബ് ഫസ്റ്റ് പേയ്മെൻറ്റ് വന്നു എന്ന്. ആണോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അങ്ങനെ യൂട്യൂബിനെ പറ്റി സംസാരിച്ചൊക്കെ നിന്നു.
ഫസ്റ്റ് ആണോ? ഫസ്റ്റ് ടൈമോ? ഓ ചേട്ടാ ഫസ്റ്റ് ആയിട്ട് കിട്ടിയത്. എല്ലാ മാസം പറയാൻ വേണ്ടി ഞാൻ ദൈവത്തോടെ പറയും. അവരെല്ലാം സെറ്റാക്കിയിട്ട് തന്നിട്ടുണ്ട്. അതിന് വെയിറ്റ് കാരണം ഞാൻ പിടിക്കാൻ പറയാം അവളോട്. അങ്ങനെ ഞാൻ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് അടിയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നത് ഓരോ പ്ലേറ്റിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാകുമ്പോൾ കുറച്ച് ഈസിയാണല്ലോ എടുക്കാൻ. അപ്പോൾ ഞാൻ എല്ലാവരോടും ക്യാമറയിൽ ഒന്ന് വരാൻ പറയുന്നുണ്ട്, പക്ഷെ ആരും മുഖം കാണിക്കുന്നില്ല ഗൈസ്. മടി. ഇനി പയ്യെ പയ്യെ വരുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടെ കഴിച്ചു. അപ്പോൾ ഇതിൽ കഴിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി ആരും പോസ്റ്റൊന്നും ചെയ്തില്ല. പിന്നെ നമ്മൾ പ്രൈവസി ആണല്ലോ, പിന്നെ ഞാൻ അങ്ങനെ വിട്ടു. അതിൻ്റെ ഇടയിൽ ഋതു എന്നെ കഴിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെയാണ് ഞാൻ ഇടയ്ക്ക് കട്ട് ചെയ്തിട്ട് പോയത്. അങ്ങനെ ഞാൻ ഒരു കൈ കൊണ്ട് അവൾക്കും കൊടുത്തു. ഇത് ഞാൻ അമ്മയ്ക്ക് കൊടുക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും വിചാരം ഇത് ഞാൻ ഫുള്ളും അമ്മയ്ക്ക് കൊടുക്കുമെന്ന്. ചുമ്മാ ജസ്റ്റ് കൊടുത്തതാണ്. ഇനി ഇങ്ങോട്ട് പോമ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.